സാന്ത്വം മിഷൻ ക്വിസ്. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെന്റ് തോമസ് മിഷണറി സമൂഹം ഒരുക്കുന്ന സുവർണ സമ്മാനം സാന്ത്വം മിഷൻ ക്വിസ്. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ 50 വർഷങ്ങൾ പിന്നിടുന്ന MST സമൂഹം ശാലോം ടീം ചേർന്നൊരുക്കുന്ന സാന്ത്വം മിഷൻ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. അറിവിൻ്റെ പ്രേക്ഷിത ലോകത്തേക്ക് വാതായനം തുറക്കുന്ന സാന്ത്വം മിഷൻ ക്വിസ് ഇന്റർ പ്രൊവിൻസ് മിഷൻ ക്വിസ് ഫോർ റിലീജിയസ് സിസ്റ്റേഴ്സ്. രജിസ്റ്റർ ചെയ്യപ്പെട്ട 40ഓളം ടീമിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 8 ടീമുകളാണ് 2 സെമി ഫൈനലായി ഏറ്റുമുട്ടുകയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 4 ടീമുകൾ ഫൈനലിൽ ഏറ്റുമുട്ടുകയും MST സമൂഹം സുവർണ ജൂബിലി സമ്മാനമായി നൽകുന്ന 10,000 രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയും ആര് നേടും എന്ന് അറിയാനുള്ള മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. 2ാം സമ്മാനമായി 5,000 രൂപയും ട്രോഫിയും, 3ാം സമ്മാനമായി 3,000 രൂപയും ട്രോഫിയും ഈ മത്സരാർത്ഥികൾക്ക് വിജയിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. പ്രേക്ഷിത ലോകത്തെപ്പറ്റി, പ്രേക്ഷിത മേഖലയെപ്പറ്റി കൂടുതൽ അറിയുവാൻ വേണ്ടി അനേകം റൗണ്ടുകളിലായി അനേകം ചോദ്യങ്ങൾ പരസ്പരം ചോദിച്ച് ഈ മത്സരാർത്ഥികൾ തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുന്ന ഈ റൗണ്ടിലേക്ക്, പ്രത്യേകിച്ച് ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ നമ്മോടൊത്തായിരിക്കുന്ന മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. 4 ടീം ആയിട്ടുള്ള മത്സരാർത്ഥികളാണ് ഇന്ന് നമ്മോടൊത്തായിരിക്കുന്നത്. ആദ്യമായി SABS എറണാകുളം ദിവ്യകാരുണ്യ യേശുവിനെ എല്ലാവരാലും അറിയപ്പെടണം, ആരാധിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി സ്ഥാപിതമായ ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹത്തിലെ എറണാകുളം പ്രൊവിൻസിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട 2 സിസ്റ്റേഴ്സാണ് നമ്മോടൊത്തായിരിക്കുന്നത്. നമുക്ക് അവരെ പരിചയപ്പെടാം. സിസ്റ്റർ ടെസി എറണാകുളം തിരുഹൃദയ പ്രൊവിൻസിൽ നിന്ന് വരുന്നു, അധ്യാപികയാണ്. സിസ്റ്റർ ടെസി എറണാകുളത്തുള്ള ഭാരത് മാതാ കോളേജിലെ പ്രൊഫസർ. നമുക്ക് വിളിക്കാം ഡോക്ടർ ടെസി. നമുക്കറിയാം സിസ്റ്ററിൻ്റെ അറിവുകൾ തീർച്ചയായിട്ടും ഈ എപ്പിസോഡിൽ നമുക്ക് ഉപകാരപ്പെടും. സിസ്റ്റർ ജസ് മരിയ കൊരട്ടി ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്നു. യെസ്. അടുത്ത ടീം നമ്മുടെ തായിരിക്കുന്നത് നസ്രത്ത് സിസ്റ്റേഴ്സ് തലശ്ശേരി. തലശ്ശേരി അതിരൂപതയുടെ ആദ്യ മെത്രാനായ മലബാറിൻ്റെ മോശ എന്നറിയപ്പെടുന്ന സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിനാൽ സ്ഥാപിതമായ നസ്രത്ത് സിസ്റ്റേഴ്സിൻ്റെ പ്രതിനിധികളായിട്ട് എത്തിയിരിക്കുന്ന 2 സിസ്റ്റേഴ്സാണ് ഇന്ന് നമ്മോടൊത്തായിരിക്കുന്നത്. നമുക്കറിയാം കുടുംബ പ്രേക്ഷിത പ്രവർത്തനം അവരുടെ കാര്യസ്ഥമായി സ്വീകരിച്ചുകൊണ്ട് മലബാർ മേഖലയിൽ സുദീർഘമായ സേവനം ചെയ്യുന്ന, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന സന്യാസിനി സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സിസ്റ്റേഴ്സ് നമ്മോടൊത്തായിരിക്കുന്നത്. നമുക്ക് അവരെ പരിചയപ്പെടാം. സിസ്റ്റർ എലിസബത്ത് നസ്രത്ത് ജനറേറ്റിൽ നിന്നും വരുന്നു, കുന്നത്തുനിന്ന്. ഓക്കെ, സിസ്റ്റർ എലിസബത്ത് ആണ് 1ാമത്തെ മത്സരാർത്ഥി. 2ാമത്തെ ആളെ പരിചയപ്പെടാം. സിസ്റ്റർ ജയമരിയ നസ്രത്ത് ജനറലേറ്റ് കുന്നത്തുനിന്ന് വരുന്നു. 2 പേരും ജനറലേറ്റിൽ നിന്നാണ് വരുന്നത്. ജനറാളമ്മയുടെ ആശീർവാദത്തോട് വന്നിരിക്കുന്നതാണ്. ഈ എപ്പിസോഡിൽ കാണാം. നമുക്കറിയാം ജനറാളമ്മ ഇവരെ പറഞ്ഞ് ആശീർവദിച്ച് പ്രാർത്ഥിച്ച് വിട്ടിരിക്കുകയാണ് ജനറലേറ്റിൽ നിന്ന്. ഇവരെങ്ങനെയാണ് ഈ എപ്പിസോഡിൽ അവരുടെ പ്രകടനം കാഴ്ചവെക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതാ നമ്മുടെ തായിരിക്കുന്നത് DST പാലാ പ്രൊവിൻസിൽ നിന്നുള്ള സിസ്റ്റേഴ്സാണ്. നമുക്ക് ആരൊക്കെയാണെന്ന് പരിചയപ്പെടാം. സിസ്റ്റർ അൽഫോൻസ പാലാ സാന്ത്വം പ്രൊവിൻസിൽ നിന്ന് പാലക്കാടുള്ള കൈറാടി സമൂഹത്തിൽ നിന്ന് വരുന്നു. ഓക്കെ, സിസ്റ്റർ അൽഫോൻസ പാലക്കാട് രൂപതയിൽ കൈറാടി എന്ന് പറയുന്ന സമൂഹത്തിൽ നിന്ന് വരുന്നു. സിസ്റ്റർ ഒലിപ്പാറയിലെ സ്കൂളിലെ ടീച്ചറാണ്. തീർച്ചയായിട്ടും ടീച്ചറിൻ്റെതായ അറിവുകൾ ഈ എപ്പിസോഡിൽ പ്രേക്ഷിത മേഖലയിൽ സിസ്റ്ററിനുള്ള അറിവുകൾ നമുക്ക് പറഞ്ഞു തരും. നമുക്ക് കാത്തിരുന്ന് കാണാം. സിസ്റ്റർ സെലിൻ പാലാ സെൻറ് തോമസ് പ്രൊവിൻസിൽ നിന്ന്, സെൻറ് തോമസ് പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്ന് വരുന്നു. സെൻറ് തോമസ് പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്ന് വരുന്ന സിസ്റ്റർ സെലിൻ, ഞാൻ പറയും ഡോക്ടർ സെലിൻ, തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ അറിയപ്പെടുന്ന സർജൻ. തീർച്ചയായിട്ടും ഇവിടെ കീറി മുറിച്ച് സിസ്റ്ററിൻ്റെ അറിവുകൾ നമുക്ക് ഈ ക്വിസിൽ പങ്കുവയ്ക്കും എന്നുള്ളത് തീർച്ചയാണ്. സിസ്റ്ററിൻ്റെ അറിവുകൾ നമുക്ക് എങ്ങനെയാണ് നമ്മോട് പങ്കുവയ്ക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം, കണ്ടിരുന്ന് ആസ്വദിക്കാം. അടുത്തതായി FCC ഭരണങ്ങാനം പ്രൊവിൻസിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ്. ഈ എപ്പിസോഡിൽ
മാറ്റുരയ്ക്കാനും വേണ്ടി തങ്ങളുടെ പ്രേക്ഷിത അറിവുകൾ നമ്മളോട് പങ്കുവയ്ക്കാനും വേണ്ടി ഇവിടെ ആയിരിക്കുന്നത് ഇവരാരൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. സിസ്റ്റർ ജിയോ മരിയ, അൽഫോൻസ ജ്യോതി പ്രൊവിൻസ്, ഭരണജ്ഞാനം. അങ്ങനെ വരുന്നത് അരുവിത്തറ പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്നാണ്. സിസ്റ്റർ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? പഠിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തിയോളജി പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രൂപതയുടെ ഹോം മിഷൻ പ്രവർത്തനങ്ങളിൽ സിസ്റ്റർ തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ക്വിസിൽ പഠിച്ച കാര്യങ്ങൾ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സിസ്റ്റർ നമുക്ക് പറഞ്ഞു തരും. ചോദ്യ ഉത്തര രൂപത്തിൽ, വേറൊന്നും പറയണ്ട കേട്ടോ, ചോദ്യ ഉത്തര രൂപത്തിൽ സിസ്റ്റർ പഠിക്കുന്ന തിയോളജി, ദൈവശാസ്ത്രം എന്താണെന്നുള്ളത് നമുക്ക് കാണാം, കാത്തിരുന്ന് മനസ്സിലാക്കാം. സിസ്റ്റർ ജെയ്മി എബ്രാഹാം, അൽഫോൻസ ജ്യോതി പ്രോവിൻസ്, ഭരണജ്ഞാനം, അരുവിത്ര പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്ന് വരുന്നു. എന്ത് ചെയ്യുന്നു സിസ്റ്റർ ഇപ്പോൾ? MA കഴിഞ്ഞ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അടുത്ത് ഇനി എന്നെ ചെയ്യണമെന്ന് പ്രൊവിൻഷ്യാളമ്മയോട് ചോദിക്കണം. എന്തായാലും ഇതിന് നല്ല പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊവിൻഷ്യാളമ്മ MAക്ക് മോളോട് ഇനി എന്നെ എടുക്കാൻ വരുന്ന ഡോക്ടറേറ്റ്, തീർച്ചയായിട്ടും ഡോക്ടറേറ്റിന് വിടുമെന്ന് പ്രതീക്ഷിക്കാം. നല്ല പ്രകടനം കാഴ്ചവെക്കട്ടെ. പ്രിയ പ്രേക്ഷകരെ, ഈ 4 പേരാണ് ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ആയിരുന്നുകൊണ്ട് ക്വിസ് മാസ്റ്റർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് നമ്മളെയൊക്കെ അതിശയിപ്പിക്കാൻ പോകുന്നത്. പ്രേക്ഷിത അറിവുകൾ കൂടുതലുണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അടുത്തതായി ഈ ക്വിസ് നയിക്കുന്നത് MST സമൂഹാംഗമായ ബഹുമാനപ്പെട്ട മനോജ് പാറയ്ക്കൽ അച്ഛനാണ്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ എപ്പിസോഡ് നയിക്കുന്നതിനും ഈ ക്വിസ് നയിക്കുന്നതിനുമായി ഞാൻ ക്ഷണിക്കുന്നു. ഇനി നമ്മൾ ഒന്നാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഫേസ് ടു ഫേസ് റൗണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റൗണ്ടാണിത്. നിങ്ങൾക്ക് ഉത്തരം പറയുവാൻ ചോദ്യത്തിന് ശേഷം 20 സെക്കൻഡ് സമയം ഉണ്ട്. 10 മാർക്ക് ആണ് ചോദ്യം ശരിയായ ഉത്തരം നൽകിയാൽ നിങ്ങൾക്ക് ലഭിക്കുക. ഈ റൗണ്ടിൽ പാസ് ചെയ്യുന്നതായിരിക്കും. ആദ്യ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല എങ്കിൽ അടുത്ത ടീമിലേക്ക് ചോദ്യം പാസ് ചെയ്യുന്നതായിരിക്കും. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു SABS എറണാകുളം. റെഡിയാണല്ലോ അല്ലേ? ലൂക്കാസ് വിശേഷകന്റെ പ്രതീകം എന്താണ്? കാള. ശരിയായ ഉത്തരമാണ്. SABS എറണാകുളം 10 പോയിന്റ് നേടിയിരിക്കുന്നു. 4 പ്രതീകങ്ങൾ സുവിശേഷകന്മാർക്ക് നൽകിയിട്ടുണ്ട്. അത് ഏത് പുസ്തകത്തിൽ നിന്നുമുള്ള പ്രതീകങ്ങളാണ് എടുത്തിരിക്കുന്നത് പറയാൻ സാധിക്കുമോ? വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച്. വെളിപാട് പുസ്തകത്തിലെ ശരിയായ ഉത്തരമാണ്. വെളിപാട് പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൽ നിന്നാണ് ഈ പ്രതീകങ്ങൾ എടുത്തിരിക്കുക. സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗോസ് ടു NS തലശ്ശേരി. ശിശുവിൻ്റെ ജനനശേഷം എത്രാം ദിവസമാണ് യേശു എന്ന പേര് നൽകിയത്? 8-ാം ദിവസം. ശരിയായ ഉത്തരമാണ്. നസ്രത്ത് സിസ്റ്റേഴ്സ് തലശ്ശേരി 10 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു DST പാല. ആരുടെ ഗണത്തിൽപ്പെട്ടവളായിരുന്നു സഖറിയായുടെ ഭാര്യയായ എലിസബത്ത്? അഹ്റോന്റെ പുത്രിമാരിൽ പെട്ടതായിരുന്നു. അബിയായുടെ ഗണത്തിലായിരുന്നു സഖറിയ. ശരിയായ ഉത്തരമാണ്. DST പാല 10 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. FCC ഭരണജ്ഞാനം. നിങ്ങൾക്കുള്ള ചോദ്യം, യേശുവിൻ്റെ വംശാവലിയെക്കുറിച്ച് വിശുദ്ധ ലൂക്കാസ് വിശേഷകൻ പരാമർശിക്കുന്ന ഭാഗം? അധ്യായം 3 24 മുതലുള്ള വാക്യങ്ങൾ. ശരിയായ ഉത്തരമാണ് നൽകിയിരിക്കുക. FCC ഭരണജ്ഞാനം 10 പോയിന്റ് നേടിയിരിക്കുകയാണ്. ഒന്നാമത്തെ റൗണ്ട് അവസാനിച്ചപ്പോൾ 4 ടീമുകളും 10 പോയിന്റ് വീതം കരസ്ഥമാക്കി നല്ല രീതിയിൽ ആദ്യത്തെ റൗണ്ടിലെ മത്സരം കാഴ്ചവെച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ റൗണ്ടിൻ്റെ പേര് ട്രൂ ഓർ ഫോൾസ് റൗണ്ട്. ഈ റൗണ്ടിലെ ചോദ്യത്തിന് 10 മാർക്ക് വീതമാണുള്ളത്.
ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ 20 സെക്കൻഡിനകം പറയുവാനായിട്ട് ശ്രമിക്കണം. ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റ് അല്ലെങ്കിൽ ശരി എന്നുള്ള ഉത്തരമാണ് നിങ്ങൾ നൽകേണ്ടത്. ട്രൂ ഓർ ഫോൾസ് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം നസ്രത്ത് സിസ്റ്റേഴ്സ് തലശ്ശേരിക്കാണ്. ചോദ്യം ഇതാണ് നിങ്ങൾക്കുള്ളത്. അന്ത്യോക്യൻ ആരാധനാക്രമം സ്വീകരിച്ച മാർത്തോമ ക്രിസ്ത്യാനികൾ പുത്തൻകൂറ്റുകാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശരി. ശരി, ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 10 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം DST പാല. സീറോ മലബാർ സഭ സ്വയാധികാര സഭയായി ഉയർത്തപ്പെട്ട വർഷം 1991. തെറ്റ്. ഉത്തരം ശരിയാണ്. ഇവർക്കും 10 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം FCC ഭരണജ്ഞാനം. ഏഷ്യയിൽ ആദ്യമായി ബൈബിൾ അച്ചടിച്ച ഭാഷ മലയാളമാണ്. തെറ്റ്. കറക്റ്റ് ആൻസർ. FCC ഭരണജ്ഞാനത്തിന് 10 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഏത് ഭാഷയിലാണ് ആദ്യമായിട്ട് ബൈബിൾ അച്ചടിച്ച്? തമിഴ് ഭാഷയിൽ. തമിഴ് ഭാഷയിൽ. കൃത്യമായ ഉത്തരമാണ്. അടുത്ത ചോദ്യം SABS എറണാകുളത്തോടാണ്. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. മിഷൻ ലീഗിൻ്റെ ഉപമധ്യസ്ഥ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും തോമസ് ശ്ലീഹായുമാണ്. നിങ്ങൾക്ക് 20 സെക്കൻഡ് സമയമാണുള്ളത്. തെറ്റ്. ശരിയായ ഉത്തരമാണ് പറഞ്ഞിരിക്കുക. നിങ്ങൾക്ക് 10 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. ഇനി ആരാണ് മിഷൻ ലീഗിൻ്റെ ശരിയായ ഉപമധ്യസ്ഥ? വിശുദ്ധ ഫ്രാൻസിസ് സേവിയറും തോമസ് ലീഹായും. ശരിയായ ഉത്തരമാണത്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഭാരതത്തിൻ്റെ 2ാമത്തെ അപ്പസ്തോലനും തോമസ് ലീഹായുമാണ് മിഷൻ ലീഗിൻ്റെ ഉപമധ്യസ്ഥർ. രണ്ടാമത്തെ റൗണ്ട് നമ്മളിവിടെ അവസാനിക്കുമ്പോൾ 4 ടീമുകളും ഒപ്പത്തിനൊപ്പം മത്സരിക്കുകയാണ്. 4 ടീമുകളും 20 പോയിന്റുകൾ വീതം നേടി ഒരേ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇനിയുള്ള റൗണ്ടുകളിൽ കൂടുതലായിട്ട് നമുക്ക് ഇവരിൽ നിന്നും പ്രതീക്ഷിക്കാം. നമ്മൾ 3ാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഈ റൗണ്ടിൻ്റെ പേര് ബഡ്ഡി പെയർ റൗണ്ട്. ഇവിടെ ഈ 4 മത്സരാർത്ഥികൾ 4 ടീമുകളായിരിക്കുക പെയർ ആയിട്ടാണ്. 2 പേരാണ് ഒരു ടീമിലുള്ളത്. അപ്പോൾ നിങ്ങൾ 2 പേരും നമുക്ക് നൽകിയിരിക്കുന്ന വിഷയങ്ങൾ പഠിച്ചുവോ എന്ന് അറിയുവാനായിട്ടുള്ള ഒരു റൗണ്ടാണിത്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് നിങ്ങൾ ഈ വിഷയങ്ങൾ പകുതിയായിട്ട് എടുത്ത് പഠിക്കുകയാണോ ചെയ്തത്, അല്ലെങ്കിൽ ഓരോരുത്തരും അത് മുഴുവനായി പഠിച്ചോ എന്ന് അറിയുവാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ ഈ ബഡ്ഡി പെയർ റൗണ്ടിലെ നിർദ്ദേശങ്ങൾ പ്രകാരമാണ്. ഈ റൗണ്ടിൽ 2 ചോദ്യമായിരിക്കും ഉള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങളിൽ ആർക്കും വേണമെങ്കിലും ഉത്തരം നൽകാം. പക്ഷേ നിങ്ങളിൽ ആരാണ് ഉത്തരം നൽകേണ്ടത് എന്ന് നിങ്ങൾ ആദ്യമേ തന്നെ ഇവിടെ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. ആ ഉത്തരം ശരിയായി പറയുകയാണ് എങ്കിൽ 2ാമത്തെ ചോദ്യം 2ാമത്തെ ആളിലേക്ക് നൽകപ്പെടും. ഈ ബഡ്ഡി റൗണ്ടിൽ 10 പോയിന്റുകൾ. ആദ്യത്തെ ചോദ്യത്തിന് 10 മാർക്ക്, 2ാമത്തെ ചോദ്യത്തിന് 10 മാർക്ക്. അപ്പോൾ 20 മാർക്കാണ് ഈ ബഡ്ഡി പെയർ റൗണ്ടിനുള്ളത്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ ടീമിലുള്ള മറ്റുള്ള വ്യക്തിയുമായിട്ട് യാതൊരു വിധത്തിലും ചർച്ചയ്ക്ക് ഇടയില്ല. നിങ്ങൾ തന്നെയായിരിക്കണം, ആര് തീരുമാനിച്ചോ ആ ആൾ തന്നെയായിരിക്കണം ഉത്തരം നൽകേണ്ടത്. അപ്പോൾ ഈ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം പോവുക DST പാലായിക്കാണ്. അപ്പോൾ നിങ്ങളിൽ ആരായിരിക്കും ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നൽകുക? ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കേരള സഭയുടെ ആദ്യ വിശുദ്ധയായ അൽഫോൻസാമയുടെ ജന്മദിനം 1910 ഓഗസ്റ്റ് 19. ശരിയായ ഉത്തരമാണ്. അപ്പോൾ ആദ്യത്തെ
ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നാം പോകുന്നു. DST പാല അൽഫോൻസാമയുടെ അടുത്ത് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് സാധിച്ചു അല്ലേ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ അൽമായ സംഘടനയായ മിഷൻ ലീഗിൻ്റെ സഹസ്ഥാപകനായ കുഞ്ഞേട്ടൻ്റെ യഥാർത്ഥ പേരെന്ത്? PC എബ്രാഹിം. PC എബ്രാഹിം ശരിയായ ഉത്തരമാണ്. അപ്പോൾ DST പാല ബഡ്ഡി പെയർ റൗണ്ടിൽ 20 മാർക്ക് നേടിയിരിക്കുകയാണ്. പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ്. രണ്ടാമത്തെ ചോദ്യം FCC ഭരണജ്ഞാനത്തോടാണ്. നിങ്ങളിൽ ആരാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോവുക? ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. സീറോ മലബാർ സഭയിൽ MSTക്ക് പുറമേയുള്ള ഏക സൊസൈറ്റി ഓഫ് അപ്പസ്തോലിക് ലൈഫ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? MSP ശരിയായ ഉത്തരമാണ്. MSPയുടെ ഫുൾ ഫോം പറയുവാനായിട്ട് സാധിക്കുമോ? മിഷനറീസ് ഓഫ് സെയിൻറ്റ് പയസ്. മിഷണറീസ് ഓഫ് സെൻറ്റ് പയസ് കോട്ടയം രൂപതയിൽ തുടങ്ങിയ ഒരു മിഷണറി സമൂഹമാണ്. ആദ്യത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയതുകൊണ്ട് പെയറിന് രണ്ടാമത്തെ ചോദ്യം കൊടുക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മിഷൻ ലീഗ് പതാകയിലെ നിറങ്ങൾ ഏതെല്ലാം? മഞ്ഞ, പച്ച. ഉത്തരം തെറ്റാണ്. അതിനകത്ത് 2 കളറുകളാണുള്ളത്, നിറങ്ങളാണുള്ളത്. ചുവപ്പ്, മഞ്ഞ. ഈ റൗണ്ടിൽ FCC ഭരണജ്ഞാനം 10 മാർക്ക് കരസ്ഥമാക്കിയിരിക്കുന്നു. അടുത്ത ചോദ്യം പോവുക SABS എറണാകുളം. അപ്പോൾ ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ഉത്തരം നൽകുവാനായിട്ട് തയ്യാറാകുക? ഓക്കെ, ചോദ്യം ഇതാണ്. സാഗർ രൂപതയുടെ എത്രാമത്തെ പിതാവാണ് മാർ ജെയിംസ് അത്തിക്കളം MST? 5ാമത്തെ. ഉത്തരം തെറ്റാണ്. 4ാമത്തെ പിതാവായിട്ടാണ് മാർ ജെയിംസ് അത്തിക്കളം ഈ അടുത്ത നാളുകളിൽ ഉയർത്തപ്പെട്ടത്. അപ്പോൾ ഈ ബഡ്ഡി പെയർ റൗണ്ടിൽ SABS എറണാകുളത്തിന് പോയിന്റുകളൊന്നും ലഭിച്ചില്ല. നമുക്ക് മുന്നോട്ട് ഉള്ള റൗണ്ടുകളിൽ കൂടുതലായിട്ട് അവസരമുണ്ട്. ഇനി 4ാമത്തെ ഗ്രൂപ്പിലേക്ക് ചോദ്യം പോവുകയാണ്. നസ്രത്ത് സിസ്റ്റേഴ്സ് തലശ്ശേരി, നിങ്ങളിൽ ആരാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നൽകുക? റെഡിയാണല്ലോ അല്ലേ? അപ്പോൾ ഇതാണ് ചോദ്യം. 7 പള്ളികളിൽ കേരളത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഏക പള്ളി? തിരുവാക്കോട്. തിരുവാങ്കോട്, തമിഴ്നാട്ടിലെ തിരുവാങ്കോട് ആണ് ശരിയായ ഉത്തരമാണ് നൽകിയിരിക്കുക. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ ആളിലേക്ക് പാസ് ചെയ്യപ്പെടുകയാണ്, പെയറിന് പാസ് ചെയ്യുകയാണ്. ചോദ്യം ഇതാണ്. 2018 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന 3 മിഷൻ രൂപതകൾ ഏതെല്ലാം? 2018 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന 3 മിഷൻ രൂപതകൾ ഏതെല്ലാം? ഇരുപത് സെക്കൻഡ് സമയമാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഉത്തരം പറയാത്തത് കൊണ്ട്, രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാത്തത് കൊണ്ട് നസ്രത്ത് സിസ്റ്റേഴ്സ് തലശ്ശേരിക്ക് ആദ്യ ചോദ്യത്തിൻ്റെ ഉത്തരം, ശരിയായ ഉത്തരത്തിന് 10 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി ഈ 3 മിഷൻ രൂപതകൾ, സുവർണ ജൂബിലി ആഘോഷിക്കുന്ന 3 മിഷൻ രൂപതകൾ, സാഗർ രൂപത, സത്ന രൂപത, ഉജ്ജയിൻ രൂപത, മധ്യപ്രദേശിലുള്ള 3 മിഷൻ രൂപതകളാണ് 2018 സുവർണ ജൂബിലി ആഘോഷിക്കുക. ബഡ്ഡി പെയർ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്വിസ് മത്സരത്തിന് സമ്മാനമായിട്ട് ലഭിക്കുക 10,000 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയുമാണ്. അതിനുവേണ്ടിയുള്ള അംഗം വെട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുന്നോട്ടുള്ള റൗണ്ടുകളിൽ കൂടുതൽ മാർക്ക് വാങ്ങി 1ാം സ്ഥാനവും 2ാം സ്ഥാനവും കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കട്ടെ.
നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഈ 3 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ 4 ടീമുകൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് എത്രയാണ് എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. SABS എറണാകുളം 20 പോയിൻ്റ് നേടിയിരിക്കുന്നു. നസ്രത്ത് സിസ്റ്റേഴ്സ് തലശ്ശേരി 30 പോയിൻ്റ് കരസ്ഥമാക്കിയിരിക്കുന്നു 3 റൗണ്ടിന് ശേഷം. DST പാല 40 പോയിൻ്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. FCC ഭരണങ്ങാനം 30 പോയിൻറ്റുമായിട്ട് തൊട്ടുപുറകിലുണ്ട്. അപ്പോൾ ഈ 3 റൗണ്ടുകളിലും ശരിയായ ഉത്തരം നൽകി DST പാല ഇപ്പോൾ 40 പോയിൻറ്റുമായിട്ട് മുന്നിൽ നിൽക്കുന്നു. 4ാമത്തെ റൗണ്ടിലേക്ക് നാം കടക്കുകയാണ്. 4ാമത്തെ റൗണ്ട് ലാഡർ റൗണ്ട്. പടിപടിയായിട്ട് ലാഡർ കയറിയാൽ 60 മാർക്ക് വരെ നേടാൻ സാധിക്കുന്ന ഒരു റൗണ്ടാണിത്. ഈ റൗണ്ടിലെ 3 ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നൽകും. ആദ്യ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയാൽ 2ാം ചോദ്യത്തിലേക്ക് പോകും. ആദ്യത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയാൽ 10 മാർക്ക്, 2ാമത്തെ ചോദ്യം അതിന് ശരിയായ ഉത്തരം നൽകിയാൽ 20 മാർക്ക്, ആ 2ാമത്തെ ചോദ്യം ശരിയായി നൽകിയാൽ 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകും. അങ്ങനെ 3 ചോദ്യങ്ങളാണ് ഈ റൗണ്ടിലുള്ളത്. 10 മാർക്ക്, 20 മാർക്ക്, 30 മാർക്ക്. ലാഡർ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം FCC ഭരണജ്ഞാനത്തോടാണ്. 10 മാർക്കിൻ്റെ ചോദ്യം. സഭയുടെ പ്രേക്ഷിത പ്രവർത്തന പ്രതിജ്ഞാബദ്ധതയുടെ ശാശ്വതമായ പ്രസക്തിക്കും ആവശ്യകതക്കും ഊന്നൽ നൽകുന്ന ചാക്രിക ലേഖനം ഏത്? 20 സെക്കൻഡ് നിങ്ങൾക്ക് ഉത്തരം പറയുവാനായിട്ടുണ്ട്. റിഡംറ്റോറിയസ് മിസ്സിയോ. റിഡംറ്റോറിയസ് മിസ്സിയോ ശരിയായ ഉത്തരമാണ്. ആരാണ് ഈ ചാക്രിക ലേഖനം എഴുതിയിരിക്കുന്നത്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1990 എഴുതിയ ചാക്രിക ലേഖനം. ശരിയായ ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ലാഡറിലെ ഒരു സ്റ്റെപ്പ് കൂടി കയറുകയാണ്. 10 മാർക്കിന് ശേഷം 20 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മനുഷ്യനെ സംസ്കാരത്തിൻ്റെ പ്രാരംഭ ഘടകമായി കണക്കാക്കുന്നത് 2ാം വത്തിക്കാൻ കൗൺസിൽ ഡിഗ്രികളിൽ ഏതിലാണ്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. മനുഷ്യനെ സംസ്കാരത്തിൻ്റെ പ്രാരംഭ ഘടകമായി കണക്കാക്കുന്നത് 2ാം വത്തിക്കാൻ കൗൺസിൽ ഡിഗ്രികളിൽ ഏതിലാണ്? പ്രേക്ഷിത പ്രവർത്തനം. പ്രേക്ഷിത പ്രവർത്തനം തെറ്റായ ഉത്തരമാണ്. സഭ ആധുനിക ലോകത്തിൽ ഗാവുദിയം എറ്റ് സ്പെസ് എന്ന വത്തിക്കാൻ ഡിഗ്രിയിലാണ് മനുഷ്യനെ സംസ്കാരത്തിൻ്റെ പ്രാരംഭ ഘടകമായി കണക്കാക്കണമെന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ലാഡർ റൗണ്ടിൽ 2ാമത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകാത്തത് കൊണ്ട് 10 മാർക്ക് കരസ്ഥമാക്കി ഈ റൗണ്ട് നിങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ലാഡർ റൗണ്ടിലെ ചോദ്യം SABS എറണാകുളത്തോടാണ്. ആദ്യത്തെ ചോദ്യം. പരിശുദ്ധ സിംഹാസനം മാർത്തോമ ക്രിസ്ത്യാനികളെ ലത്തീൻ അധികാര പരിധിയിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വികാരിയത്തുകൾ സ്ഥാപിച്ചത്? അവ സ്ഥാപിച്ച വർഷം ഏത്? തൃശ്ശൂർ, കോട്ടയം. ശരിയായ ഉത്തരമാണ്. 2 വികാരിയത്തുകൾ. ഏത് വർഷമാണ് ഇത് സ്ഥാപിച്ചത്? 1887. ശരിയായ ഉത്തരമാണ്. അവർ നൽകിയിരിക്കുന്നത് തൃശ്ശൂർ, കോട്ടയം. വർഷം 1887. ലാഡർ റൗണ്ടിലെ 1ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം നൽകിക്കൊണ്ട് ലാഡർ റൗണ്ടിലെ 2ാമത്തെ ചോദ്യത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. 2ാമത്തെ ചോദ്യം ഇതാണ്. പരിശുദ്ധ കന്യാമറിയത്തെ ഇവാഞ്ചലി നുൻഷ്യാന്തി എപ്രകാരമാണ് വിശേഷിപ്പിക്കുന്നത്? പ്രേക്ഷിത താരം. ശരിയായ ഉത്തരമാണ്. പ്രേക്ഷിത താരം എന്നാണ് പരിശുദ്ധ കന്യാമറിയത്തെ ഇവാഞ്ചലി നുൻഷ്യാന്തി വിശേഷിപ്പിക്കുക. എന്നാണ് ഈ അപ്പസ്തോലിക പ്രബോധനം പുറപ്പെടുവിച്ചതെന്ന് അറിയാമോ? 1975 ഡിസംബർ 8.
ശരിയാണ്. 8 ഡിസംബർ 1975 ആണ് പോൾ 6 ഈ അപ്പസ്തോലിക പ്രബോധനം ഇറക്കിയത്. അപ്പോൾ 20 മാർക്ക് നിങ്ങൾ കരസ്ഥമാക്കി. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് അടുത്ത ലാഡറിലെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. 30 മാർക്കാണ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ. ചോദ്യം ഇതാണ്: ബൈബിൾ ഭാഗം രേഖപ്പെടുത്തുക. തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറൂസലമിലേക്ക് പോകാൻ ഉറച്ചു. ചോദ്യം ഒന്നും കൂടി പറയുകയാണ്: തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറൂസലമിലേക്ക് പോകാൻ ഉറച്ചു എന്ന് പറയുന്ന ബൈബിൾ ഭാഗം ഏതാണ്? ലൂക്കായുടെ സുവിശേഷമാണ് നമ്മുടെ പഠന വിഷയത്തിനുള്ളത്. ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായം. ഉത്തരം തെറ്റാണ്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 51-ാം തിരുവചനമാണ് ഈശോ ജെറൂസലമിലേക്ക് തൻ്റെ യാത്രയ്ക്കായിട്ട് മുഖം തിരിച്ചു എന്ന് പറയുന്ന ഭാഗം. ഈ ലാഡർ റൗണ്ടിൽ SABS എറണാകുളം നല്ല പ്രകടനം കാഴ്ചവെച്ച് 30 മാർക്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം നസ്രത്ത് സിസ്റ്റേഴ്സ് തലശ്ശേരി, ലാഡർ റൗണ്ടിലെ 1-ാമത്തെ ചോദ്യം. സഭയെ രക്ഷയുടെ സാർവത്രിക കൂദാശ എന്ന് വിശേഷിപ്പിക്കുന്ന അപ്പസ്തോലിക് എക്സോർട്ടേഷൻ ഏത്? എത്രാം വാക്യത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. സഭയെ രക്ഷയുടെ സാർവത്രിക കൂദാശ എന്ന് വിശേഷിപ്പിക്കുന്ന അപ്പസ്തോലിക് എക്സോർട്ടേഷൻ ഏതാണ്? എത്രാം വാക്യത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ആദ്യചന്തസ് 5. ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ലൂമൻ ജൻസിയം 48 ആണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഡിക്രിയായ ലൂമൻ ജൻസിയം 48 ശരിയായ ഉത്തരം. ലാഡർ റൗണ്ടിൽ നസ്ര സിസ്റ്റേഴ്സ് തലശ്ശേരി പോയിന്റുകളൊന്നും കരസ്ഥമാക്കിയില്ല. നിങ്ങൾ ആദ്യത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകാത്തത് കൊണ്ട് ഇനി മുന്നോട്ടുള്ള റൗണ്ടുകളിൽ കൂടുതൽ മാർക്കുകൾ നേടി മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ലാഡർ റൗണ്ടിലെ അടുത്ത ചോദ്യം DST പാലായോടാണ്. 10 മാർക്കിന് വേണ്ടിയുള്ള 1-ാമത്തെ ചോദ്യം ഇതാണ്: സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത പ്രവർത്തന മാർഗരേഖയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം അപ്പസ്തോലന്മാർ എപ്രകാരമാണ് തങ്ങളുടെ പ്രേക്ഷിത ദൗത്യം നിർവഹിച്ചത്? തങ്ങളുടെ ജീവിത സാക്ഷ്യം, പ്രഘോഷണം, പ്രതിജ്ഞാബദ്ധത. ശരിയായ ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. അവരുടെ ജീവിത സാക്ഷ്യം, പ്രഘോഷണം, പ്രതിജ്ഞാബദ്ധത എന്നിവയിലൂടെയാണ് അപ്പസ്തോലന്മാർ അവരുടെ പ്രേക്ഷിത ദൗത്യം നിർവഹിച്ചത്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് 20 മാർക്കിനുള്ള രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. വിശുദ്ധ ലൂക്കാസ് വിശേഷകന്റെ അവസാന വാക്യം. ലൂക്ക 24:53. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. കൃത്യമായിട്ടുള്ള ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. അധ്യായവും വാക്യവും അവർ പറഞ്ഞു. 24-ാം അധ്യായം 53-ാം തിരുവചനം. അപ്പോൾ DST പാല രണ്ടാമത്തെ ലാഡറിൽ രണ്ടാമത്തെ ചോദ്യ ഉത്തരത്തിലൂടെ 20 മാർക്ക് കരസ്ഥമാക്കി 3-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 3-ാമത്തെ ചോദ്യം ഇതാണ്: കൃത്യമായിട്ടുള്ള ബൈബിൾ ഭാഗം വ്യക്തമാക്കുക. അധ്യായം, വാക്യം. മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. വിശുദ്ധ ലൂക്ക 10:40. അധ്യായം ഒന്നുകൂടി. 10-ാം അധ്യായം 10-ാം അധ്യായം 40-ാം വാക്യം. 40-ാം തിരുവചനം. അധ്യായം ശരിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, 10-ാം അധ്യായം. പക്ഷേ വാക്യം ഒരു വാക്യം കുറഞ്ഞു, 40-ാം വാക്യം എന്നാണ് പറഞ്ഞത്. ഉത്തരം 41-ാം വാക്യമാണ്. അപ്പോൾ ഇവിടെ
30 മാർക്കിനുള്ള ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയിട്ടില്ല. അതുകൊണ്ട് DST പാല ഈ റൗണ്ടിൽ 30 മാർക്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ലാഡർ റൗണ്ട് അവസാനിക്കുമ്പോൾ 4 ടീമുകൾ എത്ര പോയിന്റുകൾ നേടിയെന്ന് നമുക്ക് പരിശോധിക്കാം. 4ാമത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ 4 ടീമുകൾ നേടിയിരിക്കുന്ന പോയിന്റ് നില ഇപ്രകാരമാണ്. SABS എറണാകുളം 50 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. നസ്രത്ത് സിസ്റ്റേഴ്സ് തലശ്ശേരി 30 പോയിന്റ് നേടിയിരിക്കുന്നു. DST പാല 70 പോയിന്റുമായിട്ട് മുന്നിൽ നിൽക്കുന്നു. FCC ഭരണങ്ങാനം 40 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. അടുത്ത റൗണ്ട് ഹണ്ടിങ് റൗണ്ട് എന്ന പേരിലാണ് അറിയുക. ഹണ്ടിങ് റൗണ്ടിൽ ഓരോ ടീമിനും 20 മാർക്ക് ലഭിക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. പുറകിലായിട്ടുള്ള ടീമുകൾ ഇനിയും കൂടുതലായിട്ട് ഈ അവസരങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് കൂടുതൽ മാർക്ക് വാങ്ങി വരുവാനായിട്ടുള്ള ഒരു അവസരം ഈ റൗണ്ട് നൽകുന്നുണ്ട്. 20 സെക്കൻഡാണ് ഉത്തരം പറയുവാനായിട്ടുള്ളത്. ഹണ്ടിങ് റൗണ്ടിൽ ഒരു ബൈബിൾ വാക്യം ലൂക്കായുടെ സുവിശേഷത്തിൽ നിങ്ങൾക്ക് നൽകും. കൃത്യമായിട്ട് ആ ബൈബിൾ വാക്യം ലൂക്കായുടെ സുവിശേഷത്തിൽ ഏത് അധ്യായത്തിലാണ്, എത്രാം വാക്യമാണ് അത് എന്ന് കൃത്യമായിട്ട് പറയണം. അധ്യായം പറയുവാനായിട്ട് സാധിച്ചാൽ നിങ്ങൾക്ക് 20 മാർക്കിൽ അതിൻ്റെ പകുതി 10 മാർക്ക് ലഭിക്കും. കൃത്യമായിട്ട് വാക്യം പറഞ്ഞാൽ 20 മാർക്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ഈ ചോദ്യം ആദ്യത്തെ ചോദ്യം പോവുക SABS എറണാകുളത്തിനാണ്. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. 4-ാം അധ്യായം വാക്യം 37. ഉത്തരം തെറ്റാണ്. അധ്യായം 5 വാക്യം 31. ലേവിയെ വിളിക്കുന്ന അവസരത്തിൽ ഈശോ പറയുന്ന വചനമാണ് ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യമെന്ന്. 2ാമത്തെ ചോദ്യം നസ്രത്ത് സിസ്റ്റേഴ്സ് തലശ്ശേരി. എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. ലൂക്കായുടെ സുവിശേഷം അധ്യായം തിരുവചനം. അധ്യായം 18 13-ാമത്തെ തിരുവചനം. ഉത്തരം തെറ്റാണ്. അധ്യായം 21 വചനം 17-ാം വചനമാണ്. 3ാമത്തെ ചോദ്യം DST പാലായിക്കാണ്. നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷണത്തെ ഗവനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? അധ്യായം 6 തിരുവചനം. അറിയില്ല. അധ്യായം ശരിയായിട്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ റൗണ്ടിൽ, ഹണ്ടിങ് റൗണ്ടിൽ 10 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. വാക്യം 41-ാം വാക്യമാണ്. സമതലത്തിൽ വന്ന ഈശോ സമതലത്തിലുള്ള ജനങ്ങളോട് നൽകുന്ന പ്രസംഗമാണ്. ആ പ്രസംഗത്തിനിടയിൽ ഈശോ ചോദിക്കുന്ന വചനമാണിത്. എങ്കിലും 10 മാർക്ക് നിങ്ങൾ നേടി. 4ാമത്തെ ചോദ്യം FCC ഭരണജ്ഞാനം. അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത്
ദൈവത്തിന് സാധ്യമാണ്. അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഉത്തരം തെറ്റാണ്. അധ്യായം മാറിപ്പോയിരിക്കുന്നു. തിരുവചനം 27 പക്ഷേ അധ്യായം 18 അധ്യായത്തിലെ 27 തിരുവചനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റൗണ്ടിൽ മാർക്കൊന്നും ലഭിക്കുന്നില്ല. 5 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ ടീമുകളുടെ പോയിൻ്റ് നില ഇപ്രകാരമാണ്. SABS എറണാകുളം 50 പോയിൻ്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. നസ്രത്ത് സിസ്റ്റേഴ്സ് തലശ്ശേരി 30 പോയിൻ്റ്. DST പാല 80 പോയിൻറ്റുമായിട്ട് അവരുടെ പ്രയാണം മുന്നോട്ട് നീക്കുന്നു. FCC ഭരണങ്ങാനം 40 പോയിൻ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. 5 റൗണ്ടുകൾ അവസാനിച്ച് അടുത്ത റൗണ്ടിലേക്ക് നാം കടക്കുകയാണ്. ആദ്യ സെമി ഫൈനൽ മത്സരത്തിലെ 2 ജേതാക്കളെ, ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കുന്ന 2 ജേതാക്കളെ ഫൈനൽ റൗണ്ടിലേക്ക് കടക്കും. അതിനുവേണ്ടിയുള്ള മത്സരത്തിൻ്റെ അവസാന റൗണ്ടിൽ കൂടുതൽ പോയിൻ്റുകൾ കരസ്ഥമാക്കി കുറച്ച് പുറകിലുള്ള ടീമുകൾക്ക് മുന്നോട്ട് വരുവാനായിട്ടുള്ള അവസരമുണ്ട്. ഈ റാപ്പിഡ് റൗണ്ടിൽ 45 സെക്കൻഡ് സമയം നിങ്ങൾക്കുണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഉത്തരം നിങ്ങൾ പറയുന്നതനുസരിച്ച് കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ 45 സെക്കൻഡിൽ മറികടക്കാൻ സാധിക്കും. ഓരോ ചോദ്യത്തിനും 5 മാർക്ക്, ഓരോ ചോദ്യ ഉത്തരത്തിനും 5 മാർക്കായിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉത്തരം നിങ്ങൾക്കറിയത്തില്ല എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പാസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. എന്നാൽ 2 പാസ് പറഞ്ഞതിന് ശേഷം 3-ാമത്തെ ചോദ്യത്തിനും പാസ് പറയാനായിട്ട് പാടില്ല. പാസ് പറഞ്ഞാൽ നിങ്ങൾ ആ റൗണ്ടിൽ നിന്നും പുറത്താകും. അപ്പോൾ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയില്ല എങ്കിൽ പാസ് പറഞ്ഞ് അടുത്ത ചോദ്യത്തിന് എന്തെങ്കിലും ഉത്തരം പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രദ്ധിക്കുക. 45 സെക്കൻഡ്, 5 മാർക്ക് വീതം ഓരോ ശരി ഉത്തരത്തിനും. ഈ റൗണ്ടിലൂടെ നമുക്ക് ഫൈനലിലേക്ക് കടക്കുന്ന 2 ടീമുകളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ 4 ടീമുകൾക്കും ഈ റൗണ്ടിൽ പ്രത്യേകമായിട്ട് ശരി ഉത്തരം പറഞ്ഞ് കൂടുതൽ മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ. ആദ്യത്തെ ചോദ്യം പോവുക നസ്രത്ത് സിസ്റ്റേഴ്സ് തലശ്ശേരിയോടാണ്. നിങ്ങൾക്കുള്ള ചോദ്യം, സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും തമ്മിൽ ആരാധനാക്രമത്തിലുള്ള പ്രധാന വ്യത്യാസം എന്ത്? സീറോ മലബാർ സഭ ഈസ്റ്റ് സിറിയൻ ലിറ്റർജി ഫോളോ ചെയ്യുമ്പോൾ മലങ്കര വെസ്റ്റ് സിറിയൻ ലിറ്റർജി ഫോളോ ചെയ്യുന്നു. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ റോമൻ കത്തോലിക്ക സഭയ്ക്ക് 3 റീത്തുകളും ചേർന്ന് എത്ര രൂപതകളുണ്ട്? 106. തെറ്റ്, 177. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:25 പ്രകാരം ശിമയോൻ എങ്ങനെയുള്ളവനായിരുന്നു? നീതിമാന്, ദൈവഭക്തനുമായിരുന്നു. ശരിയായ ഉത്തരം. 4-ാമത്തെ ചോദ്യം, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുവാൻ എത്തിയ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റാപ്പിഡ് റൗണ്ടിൽ ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയതുകൊണ്ട് 5 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം DST പാലായോടാണ്. എത്രയും പെട്ടെന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ അത്രയും മാർക്ക് നിങ്ങൾക്ക് നേടാം. ചോദ്യം, സീറോ മലബാർ സഭ വിശ്വാസത്തിൽ കാത്തോലിക്കവും സംസ്കാരത്തിൽ ഇന്ത്യനും ആരാധനാക്രമത്തിൽ പൗരസ്ത്യനുമാണ് എന്ന് പറഞ്ഞത് ആരെ? പ്ലാസിഡ് അച്ഛൻ, പ്ലാസിഡ് CMI. ശരി ഉത്തരം. 2 അംഗസംഖ്യയിൽ പൗരസ്ത്യ കത്തോലിക്ക സഭയിൽ എത്രാം സ്ഥാനമാണ് സീറോ മലബാർ സഭയ്ക്ക്? 2-ാം സ്ഥാനം. ശരിയാണ്. യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത് എപ്പോൾ? ഉദരത്തിൽ, എലിസബത്തിൻ്റെ ഉദരത്തിൽ വെച്ച്. ശരിയാണ്.
എലിസബത്ത് എത്ര കാലം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി? 5 മാസം. ശരിയാണ്. ആരെ അഭിസംബോധന ചെയ്താണ് വിശുദ്ധ ലൂക്കാ സുവിശേഷ രചന നടത്തിയിരിക്കുന്നത്? തിയോഫിലസിനെ. ശരിയാണ്. സ്നാപ 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകി DST പാല 25 പോയിന്റ് ഈ റാപ്പിഡ് റൗണ്ടിൽ കരസ്ഥമാക്കി. അടുത്ത ചോദ്യം FCC ഭരണജ്ഞാനത്തോടാണ്. പെട്ടെന്ന് ഉത്തരം പറഞ്ഞ് നിങ്ങളുടെ പോയിന്റ് നില കൂട്ടാനായിട്ട് ശ്രമിക്കുക. ചോദ്യം 1. ഇന്ത്യയിൽ വോട്ടവകാശമുള്ള എത്ര കാർഡിനൽസ് ഉണ്ട്? 3. ശരിയാണ്. സീറോ മലബാർ സഭയിൽ MSTക്ക് പുറമേയുള്ള ഏക സൊസൈറ്റി ഓഫ് അപ്പസ്തോലിക് ലൈഫ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? MSP. ശരിയാണ്. അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമഭാഗം എവിടെ? നിയമാവർത്തനം 4:8. നിയമാവർത്തനം ശരിയാണ്. ലൂക്ക 4:22 പ്രകാരം സിനഗോഗിൽ ഉണ്ടായിരുന്നവർ അത്ഭുതപ്പെടാനുണ്ടായ കാരണം? ഈശോയുടെ വചനങ്ങൾ അവൻ്റെ വായിൽ നിന്ന് കേട്ട കൃപാവചസ്സുകൾ കേട്ട്. ശരിയായ ഉത്തരം. യേശുവിൻ്റെ ജനനസമയത്ത് റോമ സാമ്രാജ്യത്തിൻ്റെ ഭരണാധിപൻ ആരായിരുന്നു? അഗസ്റ്റസ് സീസർ. ശരിയാണ്. രക്ഷകനായ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതിനായി ദൂതൻ ആട്ടിടയന്മാർക്ക് നൽകിയ അടയാളം എന്താണ്? വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞൊരു ശിശുവിനെ നിങ്ങൾ കാണും. ശരിയായ ഉത്തരം. ഇപ്പോൾ FCC ഭരണജ്ഞാനം 6 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകി 30 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ റൗണ്ടിൽ വളരെ പെട്ടെന്ന് അവരവരുടെ പോയിന്റ് നില മെച്ചപ്പെടുത്തി നല്ല സ്കോറിലേക്ക് വന്നിരിക്കുകയാണ്. അടുത്ത റാപ്പിഡ് റൗണ്ടിലെ ചോദ്യം SABS എറണാകുളം. കൂനൻകുരിശ് സത്യം നടന്ന വർഷം? 1599. തെറ്റ്. ശരിയായ ഉത്തരം 1653. 2018 വേൾഡ് മിഷൻ സൺഡേ എന്നാണ്? ദനഹ കഴിഞ്ഞു വരുന്ന സൺഡേ. കൃത്യമായിട്ടുള്ള ഡേറ്റ്? പാസ്. ശരിയായ ഉത്തരം 21 ഒക്ടോബർ 2018. മൂന്നാമത്തെ ചോദ്യം ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് അറിയിക്കാൻ യേശു തളർവാദ രോഗിയോട് പറഞ്ഞത് എന്ത്? കിടക്കയും എടുത്ത് നടക്കുക. ശരിയാണ്. വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തത്? ദേവാലയത്തിൽ പുരോഹിതന് മാത്രം ഭക്ഷിക്കാൻ അനുവാദമുള്ള കാഴ്ചയെപ്പെടുത്ത് ഭക്ഷിക്കുകയും അനുചരന്മാർക്ക് കൊടുക്കുകയും ചെയ്തു. ശരിയാണ്. ശിശുവിൻ്റെ ജനനശേഷം എത്രാം ദിവസമാണ് യേശു എന്ന പേര് നൽകിയത്? 8-ാം ദിവസം. ശരിയാണ്. 5 ചോദ്യങ്ങളിൽ 3 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകി SABS എറണാകുളം 15 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ആദ്യ സെമി ഫൈനലിലെ എല്ലാ റൗണ്ടുകളും നാം ഇവിടെ പൂർത്തിയാക്കി. 4 ടീമുകളും എത്ര പോയിന്റുകൾ കരസ്ഥമാക്കി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 4 ടീമിൽ നിന്നും 2 ടീമുകൾ ഫൈനൽ മത്സരത്തിലേക്ക് അർഹത നേടും. ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുന്ന 2 ടീമുകൾ ആരാണെന്നറിയുവാൻ നാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ ടീമുകളെ അറിയിക്കുവാനായിട്ട് ജോമോനച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ പ്രേക്ഷകരെ, മിഷനെ അറിഞ്ഞ് മിഷനെ സ്നേഹിച്ച് സഭാ പഠനങ്ങളിലൂടെ സഭാ ചരിത്രത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു. ഇതാ ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ്. ആരാണ് ഫൈനലിലേക്ക് കടക്കുന്നത് എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിങ്ങൾ. നമുക്കറിയാം ശക്തമായ പ്രകടനമാണ് ഈ 4 ടീമുകൾ ബഹുമാനപ്പെട്ട മനോജസിനോടൊപ്പം ചേർന്ന് നിന്ന് നടത്തിയത്. അവർക്കറിയാവുന്ന അറിവുകൾ നമുക്കോരോരുത്തർക്കുമായി പകർന്നു തന്നു. ചോദ്യങ്ങൾക്കുത്തരമായി ഇവർ നമുക്ക് പകർന്നു തന്നു. ഇതാ മത്സരമാണ്, എല്ലാവർക്കും ഫൈനലിലേക്ക് കടക്കാൻ സാധിക്കുകയില്ല. 2 ടീമുകളാണ് ഫൈനലിലേക്ക് കടക്കുന്നത്. 2 ടീമുകൾ നമ്മുടെ ഈ പ്രേക്ഷിത യാത്രയിൽ നിന്ന് നമ്മളോട് വിട പറയുവാൻ പോവുകയാണ്. എങ്കിലും സന്തോഷിക്കാം. അവർക്ക് ആവുന്ന രീതിയിൽ അവരുടെ അനുഭവങ്ങൾ, അവരുടെ അറിവുകൾ നമുക്ക് പകർന്നു തന്ന് നമുക്കോരോരുത്തർക്കും മിഷൻ തീഷ്ണത വളർത്തുന്ന പ്രചോദനമാകുന്ന പ്രകടനം കാഴ്ചവെച്ചു. ഇനി ആരൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ? സ്കോർ ഞാൻ പറയാം. നമുക്കറിയാം ഈ എപ്പിസോഡിൽ 5 റൗണ്ടുകളിലായിട്ട് ഇവർ മത്സരിക്കുകയായിരുന്നു. അതിൻ്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ DST പാല 105 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഫൈനലിലും ഇതുപോലെ തന്നെയുള്ള പ്രകടനം കാഴ്ചവെക്കും. നമ്മളെ ഓരോരുത്തരെയും ഇവരുടെ അറിവുകൾ കൊണ്ട്, ഉത്തരങ്ങൾ കൊണ്ട്, തീഷ്ണത കൊണ്ട് ജ്വലിപ്പിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
അടുത്തതായി FCC ഭരണങ്ങാനം. അവരും ശക്തമായി പോരാടി അടുത്ത റൗണ്ടിലേക്ക് കയറും. ഇല്ല, കയറും. അതെ, 70 പോയിന്റുമായി അവർ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. അടുത്ത റൗണ്ടിലും ശക്തമായ പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. SABS എറണാകുളം 65 പോയിന്റ്. സങ്കടമുണ്ട്, നന്നായിട്ട് വന്നതായിരുന്നു. എങ്കിലും നമുക്കറിയാം അവരാൽ പറ്റുന്ന രീതിയിൽ അവർ പരിശ്രമിച്ചു. 65 പോയിന്റുമായി ഈ യാത്രയിൽ നിന്ന് നമ്മോട് വിട പറയുകയാണ്. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള വേദിയിൽ നമുക്ക് കണ്ടുമുട്ടണം. ഈ പ്രേക്ഷകരെ നമ്മുടെ അറിവ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ കൊണ്ട് പ്രചോദിപ്പിക്കണം. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. NS തലശ്ശേരി തീർച്ചയായിട്ടും മലബാറിൽ നിന്ന് വന്നതാണ്. അവർ ശക്തമായി പോരാടി, ശക്തമായി ഈ പ്രേക്ഷിത യാത്രയിൽ നമ്മോടൊപ്പം ആയിരുന്നുകൊണ്ട് സഹകരിച്ചു. 35 പോയിന്റുമായി 4ാം സ്ഥാനത്താണ്. നിങ്ങളുടെ അസാന്നിധ്യം തുടർന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യും, ദുഃഖമാണ്. എങ്കിലും നമുക്കറിയാം 2 ടീമുകൾ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് പോവുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ പരിശ്രമിച്ചു. അഭിനന്ദനങ്ങൾ. പ്രിയ പ്രേക്ഷകരെ, സ്കോറിൽ നിന്ന് മനസ്സിലായി DST പാലായും FCC ഭരണങ്ങാനവുമാണ് ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഈ 2 ടീമുകൾ NS തലശ്ശേരിയും SABS എറണാകുളവും ഈ യാത്രയിൽ നിന്ന് നമ്മോട് വിട പറയുകയാണ്. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനിയും നമ്മൾ ഇവരെ കണ്ടുമുട്ടണം. SABS എറണാകുളം നമുക്കറിയാം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സിസ്റ്റർ ജസ് മരിയ SABS ആണ്. സിസ്റ്റർ കൊരട്ടിയിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യുകയാണ്. ആരാധന സന്യാസിനി സമൂഹത്തിലെ ശക്തമായ താരങ്ങളിൽ 2 പേരാണ്. അതിൽ സിസ്റ്റർ ജസ് മരിയ SABS എറണാകുളം പ്രൊവിൻസിലെ കൊരട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂളിൽ അധ്യാപികയായിട്ട് സേവനം ചെയ്യുന്നു. സിസ്റ്റർ ജസ് മരിയ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് MST സമൂഹം നൽകുന്ന ഒരു സ്നേഹോപകാരം മേടിക്കുന്നതിന് വേണ്ടി ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. സുവർണ ജൂബിലി വർഷത്തിൽ MST സമൂഹം വിശ്വാസ സമൂഹത്തിന് നൽകുന്ന മനോഹരമായ തോമാസ് ലിഹായുടെ ഛായാചിത്രമാണ് സിസ്റ്ററിന് MST സമൂഹം ഈ ജൈത്രയാത്രയിൽ, ഈ പ്രേക്ഷിത യാത്രയിൽ നമ്മോടൊപ്പം ചേർന്നതിന് നൽകുന്നത്. ഒത്തിരി നന്ദി. അടുത്തതായി സിസ്റ്റർ ടെസി, എനിക്ക് വിളിക്കാം ഡോക്ടർ ടെസി. ഭാരത് മാതാ കോളേജിലെ പ്രൊഫസറാണ്. ശക്തമായ സാരഥിയാണ് SABS എറണാകുളം പ്രൊവിൻസിലെ. സിസ്റ്റർ ഈ പ്രേക്ഷിത യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്, സിസ്റ്ററിൻ്റെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രേക്ഷിത അറിവ് ഈ പ്രേക്ഷകർക്ക് നൽകുന്നതിന് സിസ്റ്റർ കാണിച്ച ആ തീഷ്ണതയ്ക്ക് MST സമൂഹം നൽകുന്ന സ്നേഹോപകാരം ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അടുത്തതായി NS തലശ്ശേരിയിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന സിസ്റ്റർ എലിസബത്ത്. സിസ്റ്റർ നമുക്കറിയാം NS നസ്രത്ത് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സന്യാസിനി സമൂഹം തലശ്ശേരി അതിരൂപതയിലെ ആദ്യത്തെ മെത്രാനായ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിനാൽ സ്ഥാപിതമായ സന്യാസിനി സമൂഹമാണ്. മലബാർ മേഖലയിൽ ശക്തമായ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന സന്യാസിനി സമൂഹമാണ്. ഈ പ്രേക്ഷിത യാത്രയിൽ സാന്തോ മിഷൻ ക്യൂസിൽ ഞങ്ങളോടൊപ്പം ആയിരുന്നുകൊണ്ട് സിസ്റ്ററിനാൽ കഴിയുന്ന വിധത്തിൽ അറിവുകൾ പകർന്നു തന്ന് നമ്മുടെ പ്രേക്ഷകരെ പ്രചോദിപ്പിച്ച സിസ്റ്റർ എലിസബത്തിന് MST സമൂഹം നൽകുന്ന സ്നേഹോപകാരം ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. സിസ്റ്റർ NS സന്യാസിനി സമൂഹത്തിൻ്റെ ജനറലേറ്റിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. സിസ്റ്റർ ഒത്തിരി നന്ദി. അടുത്തതായി സിസ്റ്റർ ജയ മരിയ. സിസ്റ്ററും ഞാൻ പറഞ്ഞതുപോലെ നസ്രത്ത് സിസ്റ്റേഴ്സിൻ്റെ ജനറലേറ്റിൽ തലശ്ശേരി അതിരൂപതയിലെ കുന്നോത്തുള്ള ജനറലേറ്റിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. സിസ്റ്റർ ജയ MST സമൂഹത്തോടൊപ്പം ശാലോം TVയോടൊപ്പം ചേർന്ന് ഈ പ്രേക്ഷിത യാത്രയിൽ പങ്കെടുത്തതിന് MST സമൂഹം നൽകുന്ന സ്നേഹോപകാരം ഒത്തിരി സ്നേഹത്തോടെ നൽകുന്നു. പ്രിയ പ്രേക്ഷകരെ, ഇനിയുമുണ്ട് നമുക്കറിയുവാൻ, ഇനിയുമുണ്ട് നമുക്ക് യാത്ര ചെയ്യുവാൻ. ഈ പ്രേക്ഷിത യാത്ര നമ്മൾ തുടരുകയാണ്. അടുത്ത എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. സെമി ഫൈനലിൻ്റെ 2ാമത്തെ എപ്പിസോഡ്.
അടുത്ത 4 ടീമുകൾ അവരുടെ അറിവിലൂടെ നമുക്കേവർക്കും പ്രേക്ഷിത ചൈതന്യം നൽകുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്ക് കാണാം. ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ആയിരുന്നുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും അവരുടെ അറിവുകൾ കൊണ്ട് പ്രചോദിപ്പിച്ച ഈ ടീമുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി. പ്രിയ പ്രേക്ഷകരെ, അടുത്ത എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.